നമ്മുടെ ക്ലാസ് EMM ചാനലിലെ ഓണം സ്പെഷ്യൽ സീരീസിലെ ഓലൻ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായി ഞാനിവിടെ അധികം മൂപ്പാവാത്ത ഒരു ചെറിയ കുമ്പളങ്ങയുടെ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓലൻ തയ്യാറാക്കുമ്പോൾ എപ്പോഴും അധികം മൂപ്പാവാത്ത കുമ്പളങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് ഒരു 4 പച്ചമുളക് നടുവേ കീറിയിടാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിന്റെ എണ്ണം കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതുമാണ്. ഈ സമയം നമുക്കിതിലേക്ക് ഓലൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഈ കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നത് തേങ്ങയുടെ 2ാം പാൽ ഉപയോഗിച്ചാണ്. അതിനായി ഞാൻ 1 കപ്പ് ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തൊന്ന് അരച്ച് തേങ്ങയുടെ ആദ്യ പാൽ എടുത്ത് മാറ്റിവെച്ചു. പിന്നീട് അതേ തേങ്ങ തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി അരച്ചെടുത്തതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ടുള്ള 2ാം പാലാണ് ഇത്. ഇതിനു പകരം വെള്ളം വേണമെങ്കിലും ഈ സമയം ചേർക്കാം. ആവശ്യത്തിന് പാലോ വെള്ളമോ ചേർത്ത ശേഷം നമുക്ക് കുക്കർ അടച്ചു കൊടുത്ത് ഒരു 2 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ വേവിച്ചെടുത്ത കുമ്പളങ്ങ ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മൂപ്പ് കുറഞ്ഞ കുമ്പളങ്ങ എടുക്കുമ്പോഴാണ് ഇതുപോലെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വെന്തു വരിക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് ഒന്നുകൂടെ തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. നന്നായി ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1 കപ്പ് തേങ്ങയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ള 1/2 കപ്പ് 1ാം പാലാണ് ഞാനിപ്പോൾ ചേർത്തത്. 1ാം പാൽ ചേർത്തതിന് ശേഷം അധികം തിളപ്പിക്കരുത്. ഒന്ന് ചൂടായി വരുമ്പോൾ ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. അതോടൊപ്പം 1 തണ്ട് കറിവേപ്പില കൂടി ഒന്ന് ഞെരടി ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഇങ്ങനെ ഒരു മിനിമം 10 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം വേണം നമ്മളിത് സെർവ് ചെയ്യാൻ. അങ്ങനെ വെക്കുമ്പോഴാണ് ഓലൻ്റെ ആ തനതായ രുചിയിലേക്ക് വരികയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ സിമ്പിളായിട്ടുള്ള ഓലൻ റെസിപ്പിയുടെ തയ്യാറായി കേട്ടോ. അധികം ചേരുവകളൊന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന ഈ റെസിപ്പി നിങ്ങളും കൂടി ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കൂ. നമുക്ക് വീണ്ടും മറ്റൊരു ഓണം സ്പെഷ്യൽ വിഭവവുമായി കാണാം.